الله بن عمرو رضي الله عنه عن النبي صلى الله عليه وسلم قال خصلتان أو خلتان لا يحافظ عليهما عبد مسلم إلا دخل الجنة هما يسير ومن يعمل بهما قليل يسبح في دبر كل صلاة 10 ويحمد 10 ويكبر 10 فذلك 50 و100 باللسان و1500 في الميزان ويكبر 34 إذا أخذ مضجعه ويحمد 33 ويسبح 33 فذلك 100 باللسان و1000 في الميزان فلقد رأيت رسول الله صلى الله عليه وسلم يعقدها بيدي فقالوا يا رسول الله كيف هما يسير ومن يعمل بهما قليل قال يأتي أحدكم يعني الشيطان في منامه فينظمه قبل أن يقوله ويأتيه في صلاته فيذكره حاجة قبل أن يقولها. രണ്ട് കാര്യങ്ങൾ ലാ യുഹാഫിളു അലൈഹിമ അബ്ദുൻ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ അത് പതിവാക്കിയെങ്കിൽ, ഇല്ലാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചേ തന്നെ. ഹുമാ യസീർ, ആ രണ്ട് കാര്യവും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വമൻ യഅമലു ബിഹിമാ ഖലീൽ, എത്ര സിമ്പിളാണെങ്കിലും അത് ചെയ്യുന്ന ആളുകൾ, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ വളരെ തുച്ഛവുമാണ്. ഏതാണ് ആ രണ്ട് കാര്യങ്ങളിൽ? ഒന്നാമത്തേത് യുസബ്ബിഹു 10 ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മദു 10 വയുകബ്ബിറു 10. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 10 തവണ പറയുന്നു. അൽഹംദുലില്ലാഹ് എന്ന് ഹംദ് 10 തവണ പറയുന്നു. അല്ലാഹു അക്ബർ എന്നുള്ളത് 10 തവണ പറയുന്നു. ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പല രൂപങ്ങളുണ്ട്. നിസ്കാര ശേഷം അത് ചൊല്ലുന്ന 33 ഉണ്ട്, 25 ഉണ്ട്, 15 ഉണ്ട്, 10 ഉണ്ട്. അതിലേറ്റവും ചുരുങ്ങിയതാണ് ഇപ്പം ഈ പറയണത്. സുബ്ഹാനല്ലാഹ് 10 തവണ, അൽഹംദുലില്ലാഹ് 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ. അങ്ങനെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫദാലിക 50 വ100 ബില്ലിസാൻ, നാവ് കൊണ്ട് 150 നാവ് കൊണ്ട് 150 എന്ന് പറഞ്ഞാൽ ഇത് 3 10 30 അല്ലേ ആയത്. അത് 5 നേരം കൂടി ആവുമ്പോൾ എത്രയായി? 5 × 30 150. അതാണ് പറയണത്. ളുഹറിന് ശേഷം 30, അസറിന് ശേഷം 30, മഗ്രിബിന് ശേഷം 30, ഇശാക്ക് ശേഷം 30, എല്ലാം കൂടെ പറയണത്. സുബഹിന് ശേഷം 30, 5 30 150. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ ഒരു ദിവസം അവൻ എത്ര തവണ തസ്ബീഹും തഹ്മീദും തക്ബീറും പറയുന്നു? നാവ് കൊണ്ട് അവൻ പറയുന്ന 150 തവണയായി. വ1500 ഫിൽ മീസാൻ, അതിനെ അള്ളാഹ് 10 ഇരട്ടിയാക്കിയിട്ട് അവൻ്റെ മീസാനിൽ 1500 ആക്കിയിട്ട് തരും. നാവിൽ 150 ഒരു ദിവസം വരുന്നത്. നമ്മുടെ മീസാനിൽ അള്ളാഹ് ഓരോ നന്മകളെയും 10 ഇരട്ടിയാക്കി തരുന്നത് കൊണ്ട് 1500 ആയിട്ടാണ് മീസാനിൽ വരിക. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, രണ്ട് കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, പക്ഷെ ചെയ്യുന്നവർ വളരെ കുറവാണ് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം, യുകബ്ബിറു 34 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയും. 34 തവണ. വയുസബ്ബിഹു 33 സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹ് 33 തവണ. അതുപോലെ തന്നെ വയഹ്മദു 33. എപ്പോഴാണ് പറയുന്നത്? യുകബ്ബിറു 34 ഇദാ അഖദ മദ്ജഅഹു, നിസ്കാര ശേഷം അല്ല ഉദ്ദേശിക്കുന്നത്. രാത്രി കിടക്കാൻ വേണ്ടിയിട്ട്
നമ്മളെ വിരിപ്പിൽ കിടപ്പറയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ 34, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നുള്ളത് രണ്ടും 33 വീതവും. അപ്പോൾ മൊത്തം 100ആയി. അത് മൊത്തം 100ആയി. അത് മിയത്തും ബിൽ ലിസാൻ, നാവിൽ 100ആണ്. വാൽഫും ഫിൽ മീസാൻ, അത് തുലാസിൽ നമ്മളെ പിന്നെ മീസാനിൽ വരുന്ന സമയത്ത് അത് 1000മായി. കാരണം 10 ഇരട്ടിയായിട്ട് എഴുതപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾ ഫലഖദ് റഅയ്തു റസൂലല്ലാഹി യഅഖുദുഹാ ബിയദിഹി, നമസ്കാര ശേഷം അതേമാതിരി തന്നെ റസൂലുള്ള കിടക്കാൻ പോകുമ്പോഴും ഈ തസ്ബീഹുകളും തഹ്മീദുകളും അതുപോലെ തക്ബീറുകളും കൈകൊണ്ട് നബി അത് എണ്ണം പിടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നബി എണ്ണം പിടിക്കാറുണ്ട്. അങ്ങനെ ഇത് ചെല്ലുമ്പോൾ നമ്മൾ എണ്ണം പിടിക്കാൻ വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളെ വലത് കൈയിൻ്റെ വിരലുകൾ കൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത്. അങ്ങനെ നബി ചെയ്യാറുണ്ടായിരുന്നു. ഖാലു യാ റസൂലല്ലാഹ് കൈഫ ഹുമാ യസീർ വമൻ യഅമലു ബിഹിമാ ഖലീൽ. ഇതെങ്ങനെയാണ്? വളരെ സിമ്പിളാണ്, പക്ഷേ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് നിങ്ങൾ പറഞ്ഞല്ലോ. അതെങ്ങനെ? അന്ന് ഇത്ര സിമ്പിളാണ് സംഗതി, അത് ചെയ്യുന്ന ആൾക്കാരെങ്ങനെ കുറഞ്ഞു പോകണേ നബിയെ? ഖാല, അപ്പൊ നബി അത് പറഞ്ഞു കൊടുത്തു. യഅതി അഹദക്കും യാനി അശ്ശൈത്വാൻ ഫി മനാമിഹി ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹു. രാത്രി കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ 33 അല്ലാഹു അക്ബർ 34 അങ്ങനെ 100 തയ്ച്ച് ചെല്ലാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ട് ബെഡിൽ കിടക്കും. അങ്ങനെ നമ്മൾ ചെല്ലാൻ ഇങ്ങനെ കരുതുമ്പത്തിന് പിശാച്ച് വന്നിട്ട് നമ്മളെ വല്ലാണ്ട് മയക്കിക്കളും, ഉറക്കിക്കളും. ഇത് ചൊല്ലുന്നതിന് മുമ്പ്, ഇത് ചൊല്ലി തീരണതിൻ്റെ മുമ്പ്, ചെല്ലുന്നതിന് മുമ്പ് പിശാച്ച് നമ്മൾ ഉറക്കിക്കളും. ഇങ്ങനെ അത് ഉറങ്ങണതിൻ്റെ മുമ്പുള്ള ചെല്ലൽ അയാൾ പിശാച്ച് നമ്മളെ ബുദ്ധിമുട്ടാക്കി ഒഴിവാക്കിക്കും. വയഅ്തിഹി ഫി സ്വലാത്തിഹി, നിസ്കരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ നമ്മൾ നിസ്കാര ശേഷം ഇത് ആകെ 30 തവണയല്ലേ ഉള്ളൂ, അത് ചൊല്ലിയിട്ടേ നീക്കുള്ളൂ എന്നുള്ള നിർബന്ധത്തിലാണ് പോയിട്ടുണ്ടാകുക. നിസ്കാരത്തിന്റെ അവസാനമാകുമ്പോൾ പിശാച്ച് വന്നിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്യും, ഹാജത്തൻ, എന്തെങ്കിലും ഒരു അത്യാവശ്യം, നിസ്കാരം കഴിഞ്ഞേക്കുന്ന ഇത് ഇങ്ങോട്ട് പോകണം, മറ്റ് എന്തെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കും. അങ്ങനെ ഹാജത്തൻ ഖബ്ല അൻ യഖൂലഹ, അത് പറയണതിന്റെ മുമ്പ് എഴുന്നേറ്റ് പോകാനുള്ള എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പിശാച്ച് വന്നിട്ട് അവനെ അതിന് പ്രേരിപ്പിക്കും. അവനെ ചെല്ലാനേക്കാൾ ഈ ആവശ്യമായിട്ട് അതിന്റെ പിന്നാലെ പോകും. അതുകൊണ്ടാണ് ഖലീലുൻ മൻ യഅമലുഹ അല്ലെങ്കിൽ വമൻ യഅമലു ബിഹിമാ ഖലീൽ, അത് രണ്ടും ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചാന്ന് പറഞ്ഞത്. കാരണം ഫലത്തിൽ അത് ചെയ്യാന്നുള്ളത് വളരെ കുറവാണ് ആൾക്കാർ. പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള അടിസ്ഥാന യോഗ്യത ഉള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചാൽ മീൻസ് ആളെ നിസ്കാരത്തിന്റെ ശേഷമാണൊന്നും ചെയ്യില്ല. അപ്പൊ നിസ്കാരം ശരിയാണ്. പിന്നെ ആൾ ഉറങ്ങാൻ കിടക്കണ നേരത്തെ ഈ കാര്യങ്ങൾ ചെല്ലുകയാണെങ്കിൽ ആളൊരു സൂക്ഷ്മതയുള്ള ആളാകാണ്, അയാൾ സ്വർഗത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് നമ്മളെന്ത് ചെയ്യുക, നമ്മളെ കുറച്ചും കൂടി തഖ്വന്റെ വഴിയിൽ പിടിച്ചു നിർത്തുക. ഇത് നമ്മളെ സൂക്ഷ്മതയുള്ള ആളുകളാക്കി തീർക്കും. സൂക്ഷ്മതയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. രണ്ട് കാര്യം രണ്ടും കേട്ട വളരെ ഇതാണ്. നിസ്കാര ശേഷം 30 തവണ ചെല്ലുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 100 തവണ ചെല്ലുണ്ട്. 30 തവണ നമ്മൾ ഓരോ നിസ്കാര ശേഷം ചൊല്ലിയാൽ അത് 1500 തുലാസിൽ. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ 100 തവണ ചെല്ലുന്നത് 1000 തുലാസിൽ. ഇത് നമുക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ അതൊരു മുഅ്മിനായ മനുഷ്യൻ ലാ യുഹാഫിദു അലൈഹിമ അബ്ദുൻ മുസ്ലിം ഇല്ലാ ദഖലൽ ജന്ന, ഒരാളത് പതിവാക്കിയോ ആൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചാണ്. അല്ലാമ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ നമസ്കാര ശേഷമുള്ള എന്ത് തിരക്കാണെങ്കിലും ഒഴിവാക്കാൻ അതിൻ്റെ മിനിമം റിക്വയർമെൻ്റ് ആണ്. സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാഹ് 10, അല്ലാഹു അക്ബർ 10. വളരെ കുറച്ചേ ഉള്ളൂ. അതാണ് നമ്മളൊരു മൊത്തം ഒരു തഖ്വന്റെ വഴിയിൽ തന്നെ നമ്മളെ വല്ലാതെ തെറ്റിക്കാതെ. ഒരാൾക്ക് അതിലധികം ചെല്ലാൻ പറ്റുകയാണെങ്കിൽ 10 15 വീതമാക്കാം, അതല്ലെങ്കിൽ 25 വീതമാക്കാം, അല്ലെങ്കിൽ 33 തമാമുൽ മിയ വേറെ ഒരു ഇക്രോടി പറഞ്ഞു അത് ഇക്രോടി ആക്കിയിട്ട് അങ്ങനെ ആക്കാം. പക്ഷെ മിനിമം ഇത് നിർബന്ധം പോലെ കൊണ്ട് നടക്കേണ്ട മുഹാഫളത്ത് വേണ്ട, പതിവാക്കേണ്ട കാര്യമാണ്. അല്ലാഹു അക്ബർ.